വിഷു സ്പെഷ്യൽ മോർണിംഗ് ആക്ടിവിറ്റി ആണ് ഇന്ന് അവർക്ക് ബിഗ് ബോസ് കൊടുത്തത്. വിഷുവിന് പൊട്ടിക്കുന്ന പടക്കങ്ങള് പലവിധമുണ്ട്. ആ പടക്കങ്ങളെയൊക്കെ ഹൗസിലെ ആളുകളുമായിട്ട് ഉപമിച്ച് പറയണം. മോർണിംഗ് ടാസ്കിന്റെ ഹൈലൈറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. റോക്കറ്റ് പോലെ ഒരു സൈഡിൽ നിന്ന് കൊളുത്തുവിട്ട് വേറൊരു സ്ഥലത്ത് പൊട്ടുന്നത്, ചക്രം പോലെ കറങ്ങി നടന്ന് പൊട്ടിത്തെറിക്കുന്നത്, പിന്നെ മത്താപ്പൂ അതേപോലെ ഗുണ്ട് പോലെ സ്ട്രോങ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്നത്, അതേപോലെ തന്നെ പിന്നെ എന്താണ് മറ്റേ കൊളുത്തുവിട്ടാലും ചീറ്റി പോകുന്ന നനഞ്ഞ പടക്കം. എല്ലാരും പലരെയുമാണ് പല പടക്കങ്ങളായിട്ട് പറഞ്ഞത്. പക്ഷെ ഒരുവിധം എല്ലാവരും മാലപ്പടക്കമായിട്ട് പറഞ്ഞത് ജാൻമോണിനെയാണ്. ഒരാൾ പറഞ്ഞതിന്റെ വാലി തൂങ്ങി എല്ലാവരും പറഞ്ഞു. റോക്കറ്റ് ആയിട്ട് ഒരുവിധം എല്ലാവർക്കും തോന്നിയത് ജിൻഡോനെയും സിബിനെയും ഒക്കെയാണ്. അതേപോലെ ചക്രമായിട്ട് എല്ലാവരും പറഞ്ഞ ഒരു പേര് നോറയാണ്. പിന്നെ ഈ ഒരു ടാസ്കിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടക്കങ്ങളുടെ പേരുമായിട്ട് ഉപമിക്കുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് വേണേലും എടുക്കാം, നെഗറ്റീവായിട്ട് വേണമെങ്കിലും കരുതാം. ആ രീതിയിൽ ഉള്ളൊരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് അത്രയും രസകരമായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യും. ആ ഒരു ലാഗ് എനിക്ക് അടിച്ചു ഈ ഒരു മോർണിംഗ് ടാസ്കിൽ. ഒത്തിരി നേരം നീണ്ടു നിന്ന പോലെ തോന്നി. വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും പോയിന്റുകളൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷെ എനിക്കെന്തോ ബോറടിച്ചു ഈ ഒരു ടാസ്ക് ലൈവില് കാണുന്ന സമയത്ത്. ഒത്തിരി നേരം നീണ്ടു നിന്നതുപോലെയൊക്കെ തോന്നി. പിന്നെ ജാസ്മിനും ഗബ്രിക്കും ഈ ഒരു ടാസ്ക് ചെയ്യാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ജാസ്മിനെ എന്താ പറയാ, മറ്റേ കയറ് വെച്ച് കെട്ടി വലിച്ചുകൊണ്ട് വരുമായിരുന്നു ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ക്യാപ്റ്റൻ ആയിട്ടുള്ള ലാസ്റ്റ് ദിവസമാണ്, എന്നിട്ട് പോലും ജാസ്മിന് ഒരു താല്പര്യമില്ലായിരുന്നു ടാസ്ക് ചെയ്യാനായിട്ട്. എന്തായാലും കൊള്ളാം. ഈ ഒരു മോർണിംഗ് ടാസ്ക് അവസാനിച്ചു. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.